നിലമ്പൂര് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഈ വർഗീയ രാഷ്ട്രീയം കൂടി കലർന്നപ്പോൾ അതിൻ്റെ നിറം തന്നെ മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറിയിരിക്കുന്ന നിലമ്പൂരിൽ ഇപ്പോൾ പലതരത്തിലുള്ള കളികളുമായിട്ടാണ് LDF ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തിന്? സ്വരാജ് ഏതോ സാംസ്കാരിക മുദ്രയുള്ള ഒരാളായി കേരള സംസ്കാരത്തിൻ്റെ മുദ്രയായി മാറ്റിയെടുക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ എഴുത്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എഴുത്തുകാരും സാംസ്കാരിക നായകരും യഥാർത്ഥത്തിൽ LDFിൻ്റെ വാലാട്ടികളാണ്. CPMൻ്റെ ആ AKG സെൻറ്ററിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന ഒരു വർഗമായി തീർന്നിരിക്കുകയാണ് കേരളത്തിലെ സാംസ്കാരിക നായകരും എഴുത്തുകാരും എല്ലാവരും തന്നെ. അധികാരം വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ കയറുക എന്നുള്ളത് മാത്രമാണ് ഈ എഴുത്തുകാരുടെ ലക്ഷ്യം. അത് മുകളിലുള്ള എഴുത്തുകാർ മുതൽ താഴെ തട്ടിലുള്ള എഴുത്തുകാർ വരെ ഇത്തരത്തിൽ നട്ടല് വളച്ചൊടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് വരെ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ 100 ദിവസത്തിന് മുകളിലായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് വേണ്ടി ഒരു ശബ്ദവും ഉയർത്താത്ത ഈ എഴുത്തുകാരാണ് നിലമ്പൂരിൽ പോയി സ്വരാജിന് വലിയ സാംസ്കാരിക പിന്തുണ നൽകിയിരിക്കുന്നത്. കേരളം മുഴുവൻ സ്വരാജ് എന്ന് പറയുന്ന പ്രതിഭാശാലിയുടെ മുമ്പിലാണെന്നും പറഞ്ഞാണ്. സ്വരാജ് എന്തിൻ്റെ പ്രതിഭാശാലി? എന്ത് സംഭാവനയാണ് മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ളത്? ഈ സാംസ്കാരിക നായ്ക്കളെല്ലാം കൂടി പിന്തുണ കൊടുക്കാൻ എന്താണ് അതിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞതുകൂടി വിശദീകരിച്ചാൽ നന്നായിരിക്കും. അതിനെക്കുറിച്ച് നമ്മുടെ കോൺഗ്രസിൻ്റെ ചെറിയാൻ വിളിപ്പിട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് വളരെ ശ്രദ്ധേയമാണ്, കുറിക്കുകൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ ചെയ്യുന്നത്. CPM പ്രചാരകർ ഉപകാരസ്മരണയുള്ളവർ എന്നാണ് അദ്ദേഹം അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ മിക്ക സാഹിത്യകാരന്മാരും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയുള്ളവരാണ്. നിലമ്പൂരിൽ പുലി ഇറങ്ങിയതിനേക്കാൾ വലിയ വാർത്താ പ്രാധാന്യമാണ് ചില മൂന്നാംകിട സാഹിത്യകാരന്മാർക്ക് പ്രമുഖ മാധ്യമങ്ങൾ നൽകുന്നത്. ശരിയാണ്, ഈ മൂന്നാംകിട സാഹിത്യകാരന്മാർ തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സഹായത്തോടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഭാരവാഹിത്വം നേടുകയും ചെയ്തവരാണിവർ. രാജഭരണകാലത്തെ കൊട്ടാര വിദൂഷകന്മാരെ പോലെ അധികാരി വർഗത്തിന് സ്തുതിഗീതം പാടുന്ന വൈതാളികനുമാണ് നിലമ്പൂരിൽ CPM വേദികളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനജീവിതത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ 9 വർഷമായി മൗനം ഭജിച്ചവരാണ് നിലമ്പൂരിൽ രാഷ്ട്രീയ ചുടലനൃത്തം നടത്തുന്നത്. 2 സിനിമകൾക്ക് ദേശീയ ഉദ്ഗ്രഥനത്തിനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ മികച്ച സാംസ്കാരിക പ്രവർത്തകനായ ഷൗക്കത്തിനെ എതിർക്കാൻ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഈ കപട ബുദ്ധിജീവികൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ എഴുത്തുകാരെ ഇറക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സാഹിത്യ അക്കാദമിയുടെ മുൻ പ്രസിഡന്റായിരുന്ന വൈശാഖനാണ് ഇത് തുടങ്ങി വെച്ചിരുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് സച്ചിദാനന്ദനും എല്ലാം തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കേരളത്തിന്റെ സാംസ്കാരിക മുഖമാണ് പോലും സ്വരാജ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതിനേക്കാളൊക്കെ എത്രയോ പടി ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് ഈ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിൻ്റെ സിനിമ എല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ആ സിനിമയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ ചെറിയാൻ വിളിപ്പും സൂചിപ്പിച്ചത്. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്ന ഷൗക്കത്തിനെ നേരിടാൻ തക്കവണ്ണമുള്ള യോഗ്യത യഥാർത്ഥത്തിൽ സ്വരാജിനില്ല എന്നുള്ളതാണ്. അനർഗളമായി കുറെ പ്രസംഗിക്കും, അതോ ലക്കും ലഗാനുമില്ലാത്ത കാര്യങ്ങൾ, വകയ്ക്ക് കൊള്ളാത്ത കാര്യങ്ങൾ സംസാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇവിടെ ഈ UDFിനെ ഏതെല്ലാം തരത്തിൽ തകർക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. കേരളത്തിലെ ഈ എഴുത്തുകാരുടെ മുഴുവൻ നോട്ടം എവിടെയാണ്? അവർക്ക് പിണറായി വിജയൻ 3ാം വട്ടവും അധികാരത്തിൽ വരണം. 3ാം വട്ടം അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഇവരെല്ലാം നിലമ്പൂരിൽ എത്തിയിരിക്കുന്നത്. നിലമ്പൂരിലെത്തി സ്വരാജിന് വേണ്ടി സ്തുതി പാടുകയാണ് ചെയ്യുന്നത്. നട്ടലിന് ഉറപ്പില്ലാത്ത കേരളത്തിലെ കുറെ എഴുത്തുകാരും സാംസ്കാരിക നായകരുമാണ് ഇവർ. എന്ത് സംഭാവനയാണ് ഇവർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത്?
എഴുത്തുകാരെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ളവരൊന്നുമില്ല. കുറെ മുദ്രാവാക്യ കവികളുണ്ട്. അല്ലാതെ പിന്നെ ആരുണ്ട്? മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി എന്തോ ആലാപന ഭംഗി ഉണ്ടാക്കിയിട്ടുള്ള കുറെ കവികളും ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഈ നിലമ്പൂരിൽ നിറച്ചുകൊണ്ട് സ്വരാജിനെ അങ്ങ് വിജയിപ്പിച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. UDF ഒരുപക്ഷെ നമ്മൾ പണ്ട് കാലം മുതൽ തന്നെ കാണുന്നത് ഈ പല എഴുത്തുകാരും ചിന്തകരും ഒക്കെ തന്നെ ഇടതുപക്ഷ അനുഭാവികളായിരിക്കും. അതാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ കണ്ടിട്ടുള്ളവര് വലതുപക്ഷത്ത് അത്തരത്തിലുള്ള എഴുത്തുകാരൊക്കെ തന്നെ കുറവാണ്. ഒരു കാലത്ത് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഏറെ അഭിമാനത്തോടു കൂടിയാണ് പലരും കണ്ടിരുന്നത്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരൊക്കെ തന്നെ പ്രതിഭാശാലികളായിട്ടുള്ളവരും ആയിരിക്കും. പരിഷത്തിന്റെ പ്രവർത്തകരൊക്കെ തന്നെ പ്രഗത്ഭരാണ്. അവരൊക്കെ ബുദ്ധിജീവികളായിട്ടുള്ളവരുമുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വെറും ഈ ഗുണ്ടായിസത്തിൽ നിൽക്കുന്ന കുറെ സാംസ്കാരിക നായകരാണ്. നിരവധി സ്ഥാനമാനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ഫോക്ലോർ അക്കാദമി, അതുപോലെ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ, സാക്ഷരതാ മിഷൻ, മലയാളം മിഷൻ, ഇങ്ങനെ സർക്കാരിൻ്റെ നിരവധി വകുപ്പുകളുണ്ട്. ഇതിൻ്റെ എല്ലാം തലപ്പത്ത് കയറിപ്പറ്റുക എന്നുള്ളതാണ് ഈ സാംസ്കാരിക നായകർ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ കേരളം UDFന്റെ ഭാഗത്തേക്ക് തിരിയുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ ഈ എഴുത്തുകാർ ചുവട് മാറ്റാൻ തുടങ്ങുമെന്നുള്ളതാണ്. ഇപ്പോൾ നട്ടല് വളച്ചൊടിച്ച് നിൽക്കുകയാണ് ഈ എഴുത്തുകാർ ചെയ്യുന്നത്. ഈ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് വേണ്ടി ഒരക്ഷരം പോലും പറയാൻ തയ്യാറാകാത്തവരാണ്. അത് കേന്ദ്രമാണ് പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ കേരളത്തിൽ നേരിടുന്നുണ്ട്. ആ സാമൂഹ്യ പ്രശ്നങ്ങളുടെ പക്ഷം പിടിക്കാതെ, അത്തരത്തിലുള്ള സാധാരണക്കാരൻ്റെ പക്ഷം പിടിക്കാതെ വെറും അന്ധമായ രീതിയിൽ ഇവിടുത്തെ CPM-നെ പിന്താങ്ങിക്കൊണ്ട് നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ എഴുത്തുകാരെന്ന് പറയുന്നത്. യാതൊരു തരത്തിലുള്ള മൂല്യവും ഇല്ലാത്തവരാണ്. ഇവരെന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ഇവരവരവരുടെ കീശ നിറയണം. അതിനുവേണ്ടി മാത്രമാണ് ഈ CPM-നെ പിന്താങ്ങി നിൽക്കുന്നത്. അതാണിപ്പോൾ നിലമ്പൂരിൽ കണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ അറിയാം, ഈ എഴുത്തുകാരെന്ന് പറയുന്ന വർഗം മുഴുവൻ എന്തെങ്കിലും എല്ലിൻ കഷ്ണം കൊടുത്താൽ കൂടെ നിൽക്കും. അതുകൊണ്ട് എല്ലാത്തിനെയും വണ്ടിക്കടിച്ചിട്ടിരിക്കുകയാണ്. അവിടേക്ക് കുറെ വണ്ടികളിൽ നിറച്ചു കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? സ്വരാജിന് സ്തുതി പാടുക. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അതായത് ജയിച്ചു കഴിഞ്ഞാൽ തുടർഭരണം ഉറപ്പാണ് എന്ന് കേരളം മുഴുവൻ വിളിച്ചു പറയണം. അങ്ങനെ ആക്കി തീർക്കണം. അങ്ങനെ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ തുടർഭരണത്തിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ട്. മറിച്ച് പരാജയമാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഭരണവിരുദ്ധ വികാരം അത് ഒരുപക്ഷെ UDFന് അനുകൂലമായി തീരും എന്ന് കണക്കുകൂട്ടൽ ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളതാണ്. ആ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കേണ്ടത് UDFന്റെ ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ കേരളത്തിൽ പിണറായി വിജയൻ 3-ാം വട്ടം അധികാരത്തിൽ വരുന്നത് തടയാൻ UDFന് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഏതു തരത്തിൽ ശ്രമം നടത്തിയാലും അതിനെ നേരിടാൻ തക്കവണ്ണമുള്ള പ്രതിരോധ ശേഷിയുള്ളവരാണ് CPM എന്നുകൂടി ഓർക്കണം. CPM തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുന്നതിൽ സമർത്ഥന്മാരാണ്. അതിസമർത്ഥന്മാർ എന്ന് തന്നെ പറയാം. അങ്ങനെ അതിസാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് അവരതിനെ നേരിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെഴുത്തുകാരെ ഇറക്കും. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുമായിട്ട് രംഗത്ത് വരും. ഇതിനെയൊക്കെ ഭേദിക്കാൻ തക്കവണ്ണമുള്ള ഈ പത്മവ്യൂഹം ഭേദിച്ച് അകത്ത് കടക്കാൻ UDFന് കഴിയണം. എങ്കിൽ മാത്രമേ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിലേക്ക് നീങ്ങുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ്
ആവശ്യം. അല്ലാതെ കേരളത്തിലെ ഈ എഴുത്തുകാര് യാതൊരു വിലയുമില്ലാത്ത മൂന്നാം കിട എഴുത്തുകാരെയാണ് നിലമ്പൂരിൽ ഇറക്കി കളിക്കുന്നത്. അത് നിലമ്പൂരിൽ യേശില്ല എന്നുള്ളത് തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയണം. ഒരുപക്ഷെ ലീഗിന്റെ അധ്വാനം അവിടെ കൂടുതലായിട്ട് ഉണ്ടാകും. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവര് 2026 അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കോൺഗ്രസിനേക്കാൾ ഉത്സാഹശാലികളാണ്. മൂന്നാം വട്ടവും ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് അവര് അധ്വാനിക്കുന്നത്. ആ അധ്വാനം കോൺഗ്രസിനും ഉണ്ടായാൽ CPM-നെ നേരിടാൻ, അവരെ തളയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.